വെള്ളാങ്കല്ലൂരിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തു. കരൂപ്പടന്ന നെടുങ്കാണത്തുകുന്ന് വലിയകത്ത് വീട്ടിൽ നൌഫൽ, മാതാവ് റംല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരായ DMOയുടെ റിപ്പോർട്ടിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 2021 ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയുടെയും ലയയുടെയും മകൾ അൻവറിൻ പാമ്പുകടിയേറ്റു മരിച്ചത്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. സമരം ആരംഭിക്കുന്ന തീയതി 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വെള്ളാങ്കല്ലൂരിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്തൃമാതാവിനെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തു. കരൂപ്പടന്ന കാരുമാത്ര നെടുങ്ങാണത്തുകുന്ന് സ്വദേശി വലിയകത്ത് വീട്ടിൽ നൌഫലിന്റെ മാതാവ് റംല എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. കരൂപ്പടന്ന കടലായി സ്വദേശി കാട്ടുപറമ്പിൽ വീട്ടിൽ റഷീദിന്റെ മകൾ 23 വയസ്സുള്ള ഫസീലയാണ് നെടുങ്കാണത്തുകുന്നിലുള്ള ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. ഗാർഹിക പീഡനം മൂലമാണ് ആത്മഹത്യ എന്ന യുവതിയുടെ വീട്ടുകാരുടെ മൊഴി പ്രകാരമാണ് പ്രതികളായ ഭർത്താവ് കരൂപ്പടന്ന കാരുമാത്ര നെടുങ്ങാണത്തുകുന്ന് സ്വദേശി വലിയകത്ത് വീട്ടിൽ നൌഫലിനെയും നൌഫലിന്റെ മാതാവ് റംലയെയും ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്തൃമാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്ന യുവതിയുടെ വാട്സാപ്പ് സന്ദേശവും പുറത്തു വന്നിരുന്നു. ഫസീലയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട DYSP സുരേഷ് KG, ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ ഷാജൻ MS, SIമാരായ ദിനേഷ് കുമാർ, PR സുമൽ, പ്രസാദ്, സൗമ്യ, GISIമാരായ ഗോപകുമാർ, സീമ MS, GSSPOമാരായ ജീവൻ, ഉമേഷ്, ശരത് NC, CPOമാരായ ഷാബു MM, അഖിൽ MR എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. മീഡിയ ടൈം, മാള. പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ നടപടിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരായ DMOയുടെ റിപ്പോർട്ടിൽ അന്വേഷണത്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയത്. 2021 മാർച്ച് 24 ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയുടെയും ലയയുടെയും മകൾ അൻവറിൻ പാമ്പുകടിയേറ്റു മരിച്ചത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞ് ആന്റിവെനം ലഭിക്കാത്തതിനെ തുടർന്ന് മരിച്ചു എന്നാണ് പരാതി. പരാതിയിൽ DMO നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചതായി നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. നടപടി ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും നടപടി സ്വീകരിക്കാത്ത അവസ്ഥയിലായിരുന്നു. വാർത്തയെ തുടർന്ന് പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് രേഖാമൂലം ഉള്ള മറുപടി. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് പരിശോധിച്ച് നടപടിയെടുക്കാനാണ് നിർദ്ദേശം നൽകിയത്. 2021 മാർച്ച് 24 ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയിയുടെയും ലതയുടെയും മകൾ അൻവറിൻ പാമ്പുകടിയേറ്റ് മരിച്ചത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് മലയാളികളായ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നു. ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് DYFI മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ധനുഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബജറംഗ് ദളിന്റെയും RSSന്റെയും നേതൃത്വത്തിൽ അവരെ തടഞ്ഞു വെച്ച് അവിടുത്തെ പോലീസിന്റെയും സർക്കാരിന്റെയും അധികാരം ഉപയോഗപ്പെടുത്തി അവരെ ജയിലിലടച്ച വാർത്തയും തുടർന്ന് അവരുടെ ജാമ്യാപേക്ഷ ഉൾപ്പെടെ തള്ളി എന്നുള്ള ജനാധിപത്യ വിരുദ്ധമായ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു വാർത്തയാണ് ഏതാനും ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുക? ഒരു ആഗസ്റ്റ് 15 കൂടി ആഗതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. DYFIയുടെ വലിയ പരിപാടികളെല്ലാം വരാൻ പോവുക. 1947 ആഗസ്റ്റ് മാസം 15 തീയതി ഇതുപോലൊരു ജനാധിപത്യ രാജ്യം ഇതാ പിറവി കൊള്ളുന്നു എന്ന അഭിമാന ബോധത്തോടുകൂടി
ഇന്ത്യയുടെ തെരുവിലേക്ക് ഇറങ്ങി നിന്ന ഇന്ത്യ ജനാധിപത്യ രാജ്യമായി കാലങ്ങളോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നും ഇന്ത്യ വിടുതൽ നേടി ഇന്ത്യ സ്വതന്ത്രമായ അഭിമാനത്തോടെ പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിനുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. ഉണ്ടോ? ഇല്ല. ബ്ലോക്ക് പ്രസിഡന്റായ സക്ഷയ് അധ്യക്ഷത വഹിച്ചു. ടി എ രാഹുൽ, സാലേഹ ഫസലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിന്റെ മുഖ്യ കവാടത്തിൽ നിന്ന് മുസ്രി സെന്റ് തോമസ് കപ്പേളയിലേക്ക് തിരികൾ തെളിയിച്ച് നടത്തിയ പ്രതിഷേധ റാലിയും ജ്വാലയും കോട്ടപ്പുറം രൂപത വിശ്വാസ പരിശീലന ഡയറക്ടർ ഫാദർ സിജോ വേലിക്കകത്തോട്ട് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിസ് കപ്പേളയിൽ നടന്ന സമ്മേളനത്തിൽ കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ, കത്തീഡ്രൽ സഹവികാരിമാരായ ഫാദർ ആൽഫിൻ ജൂഡ്സൺ, ഫാദർ പീറ്റർ കണ്ണമ്പുഴ, രൂപത BCC ഡയറക്ടർ ഡോക്ടർ പ്രവീൺ കുരിശിങ്കൽ, സിസ്റ്റർ സ്റ്റൈൻ CTC, സിസ്റ്റർ ഏഞ്ചൽ CSM, സിസ്റ്റർ ഷൈനിമോൾ OSHJ, റോബർട്ട് തണ്ണിക്കോട്ട്, ആന്റണി പങ്കേത്, ജോൺസൺ വാളൂർ എന്നിവർ പ്രസംഗിച്ചു. നിരവധി വൈദികരും സിസ്റ്റർമാരും വിശ്വാസ സമൂഹം ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിലടച്ച നടപടിയിൽ CPIMന്റെ നേതൃത്വത്തിൽ കൊരട്ടയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR സുമേഷ് ഉദ്ഘാടനം ചെയ്തു. MJ ബെന്നി അധ്യക്ഷനായി. ലിജോ ജോസ്, AA ബിജു, ബാബു ജോസഫ് എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ അന്യായമായി മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗത്ത് ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ ഡേവിസ് അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, TD എലിസബത്ത്, പോൾ T കുര്യൻ, PK ശങ്കർദാസ്, ഷക്കീർ ചാലക്കുടി, ജിമ്മി വർഗീസ്, ജോസ് മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. സമരം ആരംഭിക്കുന്ന തീയതി 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട് ബസ് ഉടമകൾ നേരത്തെ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി ഇനി സർക്കാർ തലത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നാണ് സൂചന. ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തെ തുടർന്ന് അത് മാറ്റിവെച്ചിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി പറവൂരിനെ ബന്ധിപ്പിക്കുന്ന മാഞ്ഞാലി പാലത്തിൽ വഴിവിളക്കുകൾ പ്രവർത്തിക്കാതായിട്ട് 1 മാസം പിന്നിടുന്നു. രാത്രിയിൽ വെളിച്ചമില്ലാത്തതുമൂലം പാലത്തിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവങ്ങളാവുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് പറവൂർ ബ്രിഡ്ജസ് സെക്ഷൻ ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ രാത്രിയിൽ പാലത്തിലുണ്ടായ ബൈക്ക് അപകടത്തിൽ ബൈക്ക് യാത്രികരായ തേലത്തുരുത്ത് സ്വദേശികൾ കിരൺ, ആഷിഖ് എന്നീ യുവാക്കൾക്കും കാൽനടയാത്രികനായ മാഞ്ഞാലെ ഡയമണ്ട് മുക്ക് കണ്ണാത്ത് വീട്ടിൽ മധുവിനും പരിക്കേറ്റു. ചാലാക്ക മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മധുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റി. കുഴൂർ ഗ്രാമീണ വായനശാലയിൽ വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന പദ്ധതി വായനാ വസന്തത്തിന് തുടക്കമായി. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ ശ്രദ്ധ പല വഴിക്ക് പോയി ടിവിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു പോയപ്പോൾ പുതുതലമുറ അതിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് തന്നെ വായനശാലകളുടെ പ്രാധാന്യം കുറഞ്ഞപ്പോൾ കുഴൂര് ഗ്രാമീണ വായനശാല പ്രവർത്തനം വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ നാട്ടുകാരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെന്തായാലും പ്രത്യേകം നമ്മൾ അതിൻ്റെ പ്രതിനിധികൾക്കും അതിൻ്റെ ഭരണകർത്താക്കൾക്കും കൂടി കൈയോടി കൊടുക്കാവുന്നതാണ്. വായനശാല പ്രസിഡന്റ് I ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിൽവി സേവ്യർ, OP ജയരാജ്, CD പോൾസൺ, PK രത്നാകരൻ, TN വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള പഞ്ചായത്തിലെ അണ്ണല്ലൂരിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന 45 നമ്പർ അങ്കണവാടി പുനർനിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് പൊളിച്ചുമാറ്റി 3 വർഷം പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർ റീത്തുവെച്ച് പ്രതിഷേധിച്ചു. അങ്കണവാടി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് നടത്തിയ പ്രതിഷേധ സമരം കോൺഗ്രസ് മാള മണ്ഡലം വൈസ് പ്രസിഡന്റ് സേവ്യർ കാരേക്കാട് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തോമസ് കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് ജോർജ് ആച്ചാണ്ടി, മണ്ഡലം സെക്രട്ടറി AP റപ്പായി എന്നിവർ സംസാരിച്ചു. നേതാക്കളായ റോസ്മേരി വർഗീസ്, ജെയ്സൺ തോട്ടത്തിൽ, ഡേവിസ് ചക്കാലയ്ക്കൽ, റേജി വർഗീസ്, ബിന്ദു റപ്പായി എന്നിവർ നേതൃത്വം നൽകി.
ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPI ആളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആളൂർ സെന്ററിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സമരം CPI ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CPI ആളൂർ മണ്ഡലം പ്രസിഡന്റ് TC അർജുനൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ദിബിൻ പാപ്പച്ചൻ, ജിഷ ബാബു എന്നിവർ സംസാരിച്ചു. കാടുകുറ്റി പഞ്ചായത്തിലെ വികസന മുരടിപ്പിലും കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് I കണ്ണത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്കാര സാഹിതി ജില്ലാ വൈസ് ചെയർമാൻ ജോബി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വേണു കണ്ടരുമടത്തിൽ, പാർലമെന്ററി പാർട്ടി ലീഡർ മോളി തോമസ്, ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാഹുൽ പണിക്ക് വീട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലീന ഡേവിസ്, മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ ജോർജ് D മാളിയേക്കൽ, സോജൻ മേനാച്ചേരി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഡെയ്സി ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് CI വർഗീസ്, TP പോൾ, ഷെജിൻ മേത്തർ എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ മാർച്ചിന് KC മനോജ്, ബിനോജ് K ജോസ്, MR ഡേവിസ്, GJ സെബാസ്റ്റ്യൻ, ലിജി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും സംസ്ഥാന ഭാരവാഹികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് വർഷങ്ങൾ ഈ ദുരിതം പേറിക്കൊണ്ടാണ് വനമേഖലയോട് ചേർന്നുള്ള കർഷകർ ജീവിക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥ ആണ് ഇന്ന് ഈ വനമേഖലയുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ വിസ്തീർണത്തിൻ്റെ 29% വനങ്ങളാണ്. ഇത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ഒരു മേഖല ആണ് എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് എത്രയോ വിസ്തൃതമുള്ള സ്ഥലങ്ങളാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി A അഷറഫ്, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KN സജീവൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോപ്പി മങ്കിടിയാൻ, VG സുമേഷ് കുമാർ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നോബിൾ കണ്ണത്ത, PT ആന്റണി, ജോർജ് മഞ്ഞളി ആച്ചാണ്ടി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രേമ, കോൺഗ്രസ് നേതാക്കളായ TK രമേശൻ, സെബു ജോസഫ്, ജിയോ വട്ടേക്കാടൻ, ശ്രീധരൻ AK, രാഹുൽ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ആനാപ്പുഴ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഒറവങ്കര നാരായണ നമ്പൂതിരിയുടെ അനുഗ്രഹാശസ്സുകളോടെ ക്ഷേത്രം മേൽശാന്തി യയാതി ശാന്തിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് PB മുരളി മോഹൻ, സെക്രട്ടറി TR ഉണ്ണികൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ PA ദേവദാസ്, PV സന്തോഷ് കുമാർ, PS ബാബു, UK സന്തോഷ്, UH രാജീവ് ലാൽ, വനിതാ ഭക്തസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളാങ്കല്ലൂരിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തു. കരൂപ്പടന്ന നെടുങ്കാണത്തുകുന്ന് വലിയകത്ത് വീട്ടിൽ നൌഫൽ, മാതാവ് റംല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരായ DMOയുടെ റിപ്പോർട്ടിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 2021 ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയുടെയും ലയയുടെയും മകൾ അൻവറിൻ പാമ്പുകടിയേറ്റു മരിച്ചത്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. സമരം ആരംഭിക്കുന്ന തീയതി 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.